കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിലാണ് കൾച്ചറൽ തിയേറ്ററിന്റെ പ്രവർത്തനം. ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിൽ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഒരു പുതിയ സാംസ്കാരിക പ്രസ്ഥാനം രൂപം നൽകുകയാണ്. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയിൽ ബഹുസ്വരതയുടെ സാംസ്കാരിക ഉത്സവം, അതാണ് നമ്മൾ ആദ്യമായി ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് വളരെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യം അതിൻ്റെ പേരിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ആ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് എവിടെയും നടക്കുന്ന കാലികമായ കലാവതരണങ്ങളെ, ഏത് കലാരൂപങ്ങളുടെയും അവതരണങ്ങളെ കരുനാഗപ്പള്ളിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംഘടനയുടെ നേതൃത്വത്തിൽ OV വിജയന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ നാടകമായ ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും. നാടകാവതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഗ്രാവിറ്റി ലോഞ്ചിങ് ശനിയാഴ്ച വൈകിട്ട് 5:30 കരുനാഗപ്പള്ളി KC സെന്റർ ഗ്രാൻഡ് ഇ മസ്കറ്റ് ഹോട്ടൽ ഹാളിലെ അഹമ്മദ് മുസ്ലിം സ്മൃതി കേന്ദ്രത്തിൽ തിയേറ്ററിന്റെ ലോഗോ പ്രകാശനം മുകേഷ് MLA നിർവഹിക്കും. വെബ്സൈറ്റ് ഉദ്ഘാടനം KSFE ചെയർമാൻ K വരദരാജനും യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരനും നിർവഹിക്കും. 27 ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടക്കുന്ന പരിപാടി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചവറ KS പിള്ള അധ്യക്ഷത വഹിക്കും. തുടർന്ന് നാടകഗാനങ്ങളുടെ അവതരണവും നടക്കും. സെപ്റ്റംബർ 6 കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ OV വിജയന്റെ ശില്പത്തിന്റെ അനാച്ഛാദനം CPM ജനറൽ സെക്രട്ടറി MA ബേബി നിർവഹിക്കും. സെപ്റ്റംബർ 13 വൈകിട്ട് 4 KC സെന്റർ ഹാളിൽ നടക്കുന്ന കൂട്ടായ്മ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30 ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ പെൺനടൻ നാടകവും അരങ്ങേറും. സെപ്റ്റംബർ 14 വൈകിട്ട് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സുനിൽ P ഇളയിടം പ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30 ക്ലാപ്പന EMS ഗ്രന്ഥശാലയിൽ മാടൻ മോക്ഷം നാടകവും അരങ്ങേറും. നവംബർ ഡിസംബർ മാസങ്ങളിലും വിവിധങ്ങളായ സാംസ്കാരിക അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് B കൃഷ്ണകുമാർ, സെക്രട്ടറി V വിമൽ റോയ്, VP ജയപ്രകാശ് മേനോൻ, S ജയകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനം ഉൾപ്പെടെ ഉള്ള സംഘടനകളെ അല്ലെങ്കിൽ സംവിധാനങ്ങളെയെല്ലാം ഇതിന് സഹസംഘാടനത്തിൽ ചേർത്തുകൊണ്ട് വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ, ആ അനുബന്ധ പരിപാടികളുടെ ഇപ്പം ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും അനുബന്ധ പരിപാടികൾ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ തുടക്കം എന്ന നിലയിൽ നാളെ ഗ്രാവിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായ ലോഞ്ചിങ് നടക്കുകയാണ്. അത് പ്രധാനമായും 3 ചടങ്ങുകളാണ് ലോഞ്ചിങ്ങിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഗ്രാവിറ്റിയുടെ ലോഗോ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നു. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ മുകേഷ് അവറുകളാണ്. അതുപോലെ തന്നെ എല്ലാവിധ പുതിയ സംവിധാനങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഗ്രാവിറ്റിക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ട്. ആ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് മറ്റൊരു പരിപാടിയാണ് നാളെ നടക്കുന്നത്. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട KSFE ചെയർമാൻ ശ്രീ വരദരാജൻ അവറുകളാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.